സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ SLC എക്സാമിനോടൊപ്പം ചേർന്ന് അതിഗംഭീരമായി തന്നെ എഴുതിയിട്ടുണ്ടാവുന്ന മിസ്സിന് അറിയാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇനി ഒരുപാട് എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് അല്ല നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഡിസപ്പോയിന്റഡ് ആവരുത്. കാരണം മിസ് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടായിരുന്നു പഠിച്ചത്. പക്ഷെ എന്നിട്ടും മിസ്സിന് റിസൾട്ട് വന്നപ്പോൾ ഒരു 5 A+ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് മിസ് ഒരുപാട് ഡീമോട്ടിവേറ്റഡ് ആയി പോയിട്ടുണ്ട്. കാരണം ഇത്രയും എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട് മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇനി എന്ത് ചെയ്യും, SLCയുടെ മാർക്കല്ലേ, എല്ലാവരും അറിയുന്നല്ലേ എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് മിസ് റിയലൈസ് ചെയ്തത് മിസ് പഠിച്ച രീതിയിൽ വന്ന മിസ്റ്റേക്സുകളുണ്ട്, എക്സാം എഴുതിയ രീതിയിൽ വന്ന മിസ്റ്റേക്സുകളൊക്കെയാണ് മിസ്സിന് മാർക്ക് നഷ്ടപ്പെട്ടത്. അപ്പൊ അത് റിയലൈസ് ചെയ്ത് മിസ് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ക്ലാസ്സുകളിലും പഠിക്കുന്ന രീതിയിലുള്ള എല്ലാ മാറ്റങ്ങളും വരുത്തി പഠിച്ചതുകൊണ്ട് മിസ്സിന് അതിന്റേതായിട്ടുള്ള പോസിറ്റീവ് എഫക്ട് മിസ്സിന്റെ എല്ലാ റിസൾട്ടിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് മിസ്സിന് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ SLCയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നിന്റെയും ഫൈനൽ എൻഡിങ് അല്ല, ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷെ നമുക്ക് കിട്ടിയ കാര്യങ്ങളെ അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്സുകളെ, ഫെയിലിയേഴ്സിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് പോയിന്റ് ഇരിക്കുന്നത്. നമ്മുടെ മിസ്റ്റേക്സ് റിയലൈസ് ചെയ്ത് അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യഥാർത്ഥ ഹീറോയിസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന റിസൾട്ട് തന്നെ കിട്ടട്ടെ. ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിൽ മിസ്സി പറഞ്ഞ വാക്കുകളൊന്ന് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.